ആന്റണി പെപ്പയുടെ പടം അങ്ങനെ പറയുമ്പോൾ തന്നെ ഇതൊരു ഇടിപ്പടമായിരിക്കും എന്ന് എല്ലാവരും വിചാരിക്കും. അതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ പുള്ളി ചെയ്തിട്ടുള്ള പടങ്ങളിലെല്ലാം പുള്ളി ആക്ഷൻ സീക്വൻസുകൾ ഗംഭീരമായിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു ശ്രേണിയിലേക്ക് എടുത്തു വെക്കാൻ പറ്റി, അല്ലെങ്കിൽ ആന്റണി പെപ്പയുടെ ഒരു ആക്ഷൻ പടം എന്നുള്ള ലേബലിൽ തന്നെ പുറത്തു വന്ന ഏറ്റവും പുതിയ മലയാളം സിനിമയാണ് ദാവീദ്. ഗോവിന്ദ് വിഷ്ണുവാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ചിത്രം ഇന്ന് റിലീസായിരിക്കുകയാണ്. പാലക്കാട് ന്യൂ ആരോമ തിയേറ്ററിൽ നിന്നാണ് ഞാൻ ചിത്രം കണ്ടത്. ചിത്രം കണ്ടതിന് ശേഷമുള്ള എൻ്റെ ഒരു ഒപ്പീനിയനാണിത്. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ടു ഷിൻമോ ഷായ്. ദാവീദ്. നവാഗതനായ ഗോവിന്ദ് വിഷ്ണുവാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ദീപു രാജീവൻ, ഗോവിന്ദ് വിഷ്ണു എന്നിവരാണ് ഇതിൻ്റെ റൈറ്റിംഗ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ജസ്റ്റിൻ വർഗീസാണ് ഇതിൻ്റെ മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ആന്റണി പെപ്പെ, വിജയരാഘവൻ, ലിജോ മോൾ ജോസ്, സൈജു കുറുപ്പ്, അതുപോലെ തന്നെ വില്ലനായിട്ട് വന്ന മോ ഇസ്മയിൽ എന്നിവരൊക്കെയാണ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വന്നിരിക്കുന്നത്. ചിത്രം എന്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബോക്സിംഗ് സംഭവമാണ്. ഇതിൻ്റെ ട്രെയിലറും കാര്യങ്ങളൊക്കെ കാണിച്ചപ്പോഴേ എല്ലാവർക്കും മനസ്സിലായി കാണും. ബോക്സിംഗ് ആണ് മെയിൻ കഥാപാത്രം. അപ്പം ആ ബോക്സിങ്ങിലേക്ക് എങ്ങനെ കടക്കുന്നു, ബോക്സിംഗ് റിങ്ങിലേക്ക് എങ്ങനെ പോകുന്നു, അല്ലെങ്കിൽ ഒരു ഫൈറ്റ് എങ്ങനെ സംഭവിക്കുന്നു എന്നൊക്കെ ഉള്ളത് എന്താണെന്ന് പറയാനാണ് ഈ സിനിമ ശ്രമിച്ചിരിക്കുന്നത്. ഒരുപാട് ഈ പുള്ളിയുടെ നമ്മുടെ ആന്റണി പെപ്പയായിട്ടുള്ള ക്യാരക്ടറിൻ്റെ ഫാമിലി ലൈഫ് കാര്യങ്ങളും എല്ലാം കാണിച്ച് വന്നതിന് ശേഷം ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്നും ഒരു നിർബന്ധിതമായി ഒരു റിങ്ങിലേക്ക് കടക്കേണ്ട വരുന്ന ഒരു ബോക്സറുടെ കഥ പറയുന്ന ഒരു സിനിമയാണിത്. അതിനെ എത്രത്തോളം ത്രില്ലിംഗ് ആക്കി കൊണ്ടുപോകാൻ പറ്റും, അല്ലെങ്കിൽ എത്രത്തോളം നമ്മളെ പിടിച്ചിരുത്താൻ പറ്റും, എത്രത്തോളം ആകാംക്ഷ ഉണർത്താൻ സാധിക്കും, എത്രത്തോളം ത്രില്ലിംഗ് ഫാക്ടേഴ്സ് ഇതിൻ്റെ അകത്ത് അല്ലെങ്കിൽ ആക്ഷൻ സീക്വൻസുകൾ ഇതിൻ്റെ അകത്തോട്ട് ഇൻപുട്ട് കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ കാര്യമായിട്ട് പോകുന്നത്. സിനിമ എങ്ങനെയുണ്ട് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ആവറേജ് അനുഭവമായിട്ട് തോന്നിയ ഒരു സിനിമയാണ് ദാവീദ് എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ആവറേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് കാര്യത്തിൽ വിയോജിപ്പുകളുണ്ട്. അത് ഞാൻ നെഗറ്റീവ് സൈഡിലേക്ക് പറയാം. ആദ്യം എന്തായാലും ഞാൻ ഇതിൻ്റെ പോസിറ്റീവ്സ് പറയാം. ഒന്നാമത്തെ പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തെ മെയിൻ വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ച മോ ഇസ്മയിലാണ്. ഗംഭീരം ഒന്നും പറയാനില്ല. കാരണം പുള്ളിയുടെ ബോഡി ലാംഗ്വേജ്, പുള്ളിയുടെ ഒരു ലുക്ക് ആൻഡ് അപ്പിയറൻസ് എല്ലാം, സൗണ്ട് എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. ചിലപ്പോൾ ഇങ്ങനെയുള്ള സിനിമകളിലൊക്കെ വെളിയിലുള്ള ഒരാൾ ഒരു ഫോറിനർ ആണെന്നുണ്ടെങ്കിലും മലയാളത്തിൽ സംസാരിക്കുന്ന രീതിയിലേക്ക് ചൊവ്വ വരുത്തി സംസാരിക്കാറുണ്ട്. ആ സാധനം ഒഴിവാക്കിയിട്ട് പ്യുവർ ഇംഗ്ലീഷിൽ തന്നെ പുള്ളി സംസാരിക്കുകയും ആ ഒരു പുള്ളിയുടെ സൗണ്ടിൻ്റെ ഒരു ഗാംഭീര്യം ഉണ്ടല്ലോ, അത് ഭയങ്കര രസമായിരുന്നു. പുള്ളി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് തോന്നുന്നുണ്ടായിരുന്നു തിയേറ്ററിൽ ഇരിക്കുമ്പോൾ. അത്ര മനോഹരമായിട്ടുള്ളൊരു സൗണ്ട്, ഗംഭീരമായിട്ട് പുള്ളി ആ വില്ലനിസം എക്സ്പ്രസ് ചെയ്യാനും സാധിച്ചു. ഗംഭീരമായിട്ട് ആ ക്യാരക്ടറിനെ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു. എനിക്കതൊരു വലിയ പോസിറ്റീവായിട്ട് തോന്നി. ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിൻ്റെ വില്ലൻ തന്നെയാണ്. സൂപ്പറായിട്ട് ചെയ്തു. സെക്കൻഡ് പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിൻ്റെ ജസ്റ്റിൻ വർഗീസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും പാട്ടുകളാണ്. പാട്ട് എനിക്ക് അത്ര സൂചിച്ചൊന്നുമില്ല. ബാക്ക്ഗ്രൗണ്ട് സ്കോറുകൾ പലയിടത്തും കുത്തി നിറയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതെനിക്ക് കുറച്ചിടത്ത് അരോചകമായിട്ട് തോന്നിയെങ്കിലും കുറച്ചിടത്തൊക്കെ നല്ല രീതിയിൽ അപ്പാക്കാൻ അല്ലെങ്കിൽ ഒരു സീനിനെ എലവേറ്റ് ചെയ്ത് കൊണ്ടുപോകാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം സ്ക്രീനിൽ കാണുന്ന ഒരു സീൻ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ലെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊണ്ട് അതിനെ ഒന്ന് അപ്പാക്കി എടുക്കാൻ അദ്ദേഹം മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. അതും ഒരു പോസിറ്റീവായിട്ട് അതിനെ കണക്കാക്കുകയാണ്. പിന്നെ ഉള്ളൊരു പോസിറ്റീവ് എന്ന് പറയുന്നത് ആന്റണി പെപ്പയാണ്. പുള്ളി നമുക്കറിയാം, പുള്ളി ഇടിച്ചാൽ ഒരു കിൻഡൽ കനം കാണുമെന്നുള്ളത്. അപ്പോൾ അതെന്തായാലും ഇതിൻ്റെ അകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ പുള്ളി പെർഫോം ചെയ്യാനും 2 ഗെറ്റപ്പിൽ വന്ന് പെർഫോം ചെയ്യാനും ഒക്കെ പുള്ളിക്ക് സാധിച്ചിട്ടുണ്ട്. അത് കുറേയൊക്കെ കൺവിൻസിങ് ആകുന്ന രീതിയിൽ പുള്ളിക്ക് പ്രസൻറ്റ് ചെയ്യാനും പറ്റി എന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു പോസിറ്റീവ്. പിന്നീടുള്ളതെന്ന് പറഞ്ഞാൽ വിജയരാഘവനാണ്. കുറേ അടുത്ത് നമ്മുടെ ഗോതയിലെ നമ്മുടെ രഞ്ജി പണിക്കറിനൊക്കെ ഓർമ്മ വന്നെങ്കിലും അത് ആ ഒരു ചായ്വ് പിടിക്കാതെ വിജയരാഘവൻ്റെ ഒരു സ്റ്റൈലിൽ ഇതിനെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അതും നന്നായിട്ട് തന്നെ ഒരു ഫീല് നൽകി. ഇത്രയൊക്കെയാണ് എനിക്ക് ഇതിൻ്റെ പോസിറ്റീവ് സൈഡായിട്ട് പറയാനുള്ളത്. എൻ്റെ നെഗറ്റീവ് സൈഡെന്ന് പറയുന്നത് സിനിമ തുടങ്ങി ഫസ്റ്റ് ഇവരുടെ ഫാമിലി സീക്വൻസ് കാണിക്കാൻ തുടങ്ങി ആ സമയം മുതൽ വളരെയധികം നാടകീയതമായിരുന്നു. ഭയങ്കര ക്രിഞ്ചായിരുന്നു, ഭയങ്കര പ്രെഡിക്റ്റബിളായിരുന്നു. പല സീനുകളും എങ്ങോട്ടാണ് നീങ്ങുന്നതെന്ന് ഭയങ്കരമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവർ പറയുന്ന ഓരോ ഡയലോഗ്സ്, സീനുകൾ, ഒരു കുഞ്ഞു കുട്ടിയുണ്ട്, എനിക്ക് നിരുത്സാഹപ്പെടുത്തുന്നില്ല, പക്ഷേ എന്നെ വളരെ നിരാശപ്പെടുത്തി.
ഞാൻ അതല്ല പ്രതീക്ഷിച്ചത്. ഞാൻ ട്രെയിലറിലൊരു ഡയലോഗ് കേട്ടിട്ട് ഞാൻ കൊള്ളാലോ എന്നിങ്ങനെ വെച്ചതായിരുന്നു. പക്ഷെ ആ ഡയലോഗ് തിയേറ്ററിൽ എനിക്ക് വർക്കായില്ല. ആരും ഒരു മനുഷ്യൻ കൈയടിച്ച് പോലുമില്ല. കാരണം അത്ര പിൻ ഡ്രോപ്പ് സൈലൻ്റ് ആയിപ്പോയി. കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആ കുട്ടിയെ കൊണ്ട് ഓവർ ആൻഡ് ഓവർ അഭിനയിപ്പിച്ചു എന്നുള്ളതാണ് എനിക്ക് തോന്നിയ ഏറ്റവും വലിയൊരു നെഗറ്റീവ്. ആ കുട്ടി മാത്രമല്ല, ഓരോ ഡയലോഗ്സ് ആകട്ടെ, ഡയലോഗ് റൈറ്റിങ്ങിൽ ഭയങ്കര വീക്കായിട്ട് എനിക്ക് തോന്നി. പല സീനുകളിലും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ഡയലോഗ്സും കാര്യങ്ങളൊക്കെ കുത്തിക്കയറ്റി അനാവശ്യമായിട്ട് സീനിൽ ഇങ്ങനെ ഡയലോഗ് ഇങ്ങനെ നിറച്ചു കൊണ്ടുവരുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. ചിലപ്പോൾ ഒരു പോയിൻ്റൊക്കെ പറഞ്ഞ് അവിടെ നിർത്തി കഴിഞ്ഞാൽ വളരെ സുഖമായിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇട്ട് അങ്ങ് തീർക്കായിരുന്നു. എന്നാൽ അതും കഴിഞ്ഞ് കുറേ ഡയലോഗ്സും മുറുമുറുപ്പും എല്ലാം കൂടിയൊക്കെ വെച്ച് നീക്കുന്നത് എനിക്ക് ഭയങ്കര അരോചകമായിട്ട് എനിക്ക് തോന്നി. എന്നിലെ ഒരു പ്രേക്ഷകനെ സംതൃപ്തിപ്പെടുത്തിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ എടുത്ത് കട്ട് ചെയ്ത് കളയായിരുന്നെങ്കിൽ എന്നെ സംതൃപ്തിപ്പെടുത്തിയെന്നെ എന്ന് പറയാം. അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ എന്നെ നിരാശപ്പെടുത്തി. അതുപോലെ തന്നെ ക്യാമറ വർക്കൊരു നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്ന ഒരു ക്യാമറ വർക്കൊരു പകുതി എത്തുമ്പോഴേക്കും വേറൊരു ഷിഫ്റ്റിലേക്ക്, ഒരു ജോണറിലേക്ക് ഇതിനെ ഷിഫ്റ്റ് ചെയ്യുന്നു. ആ വർക്കൊന്നും എനിക്ക് ഒട്ടും പിടിച്ചില്ല. അത് സീനൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല, എനിക്കതൊന്നും വർക്കൗട്ടായിട്ടില്ല. രാകേഷ് ചെറുമണ്ടമാണ് ഇതിൻ്റെ എഡിറ്റിംഗ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അടുത്തൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയതും ഇതേ എഡിറ്റിംഗ് തന്നെയാണ്. എഡിറ്റിങ്ങിൽ അപാകത എന്നല്ല, എഡിറ്റ് ചെയ്തത് വേറൊരു വെർഷനിൽ ഇത് എഡിറ്റ് ചെയ്തിരുന്നെങ്കിൽ മറ്റൊരു ഗംഭീര ഒരു ഫീലോട് കൂടിയ, ഒരു ക്യാരക്ടറുമായിട്ടൊരു കണക്ഷനോട് കൂടിയ, ഒരു ഇമോഷണൽ ടച്ചോട് കൂടിയ ഒരു സിനിമ നമുക്ക് കാണാൻ സാധിച്ചതെന്നാണ് എനിക്കൊരു തോന്നൽ. കാരണം പല സീനുകളും കണ്ടപ്പോൾ ഇതിൽ ഒരു ഇമോഷണൽ കണക്ഷനും വരുന്നില്ലല്ലോ എന്ന് ആലോചിച്ച് പോയി. ഇതിൻ്റെ കഥ എന്നെ വളരെയധികം നിരാശപ്പെടുത്തി. കാരണം ക്യാരക്ടറുകളുമായിട്ട് ഒരു രീതിയിലുള്ള കണക്ഷനും ഉണ്ടായിട്ടില്ല. ആന്റണി പെപ്പെ എന്ന് പറയുന്നൊരു ക്യാരക്ടറുമായിട്ട് ഒരു തരത്തിലുള്ള കണക്ഷനും വന്നില്ല. അവൻ എന്തിനിറങ്ങിപ്പോൾ അടിക്കണം, അടിച്ചെങ്കിൽ അടിച്ചിട്ട് പോടേ എന്ന് പറയുന്ന ഒരു ഫീൽഡിലേക്ക് വന്നു. അല്ലെങ്കിൽ അവൻ അടിക്കണമെന്ന് നമുക്ക് തോന്നുന്നൊരു ഫീൽഡ് ഒരു മൊമെൻറ്റിൽ പോലും ഉണ്ടാക്കാൻ സിനിമയ്ക്ക് സാധിച്ചില്ല. ഭയങ്കര എന്നെ നിരാശപ്പെടുത്തി. പിന്നെ എന്തുകൊണ്ട് ഞാൻ ഒരു ആവറേജ് എന്ന് പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ ക്ലൈമാക്സിൽ ഉള്ള ആ ഫൈറ്റ് സീക്വൻസ് ഗംഭീരമായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുറച്ചും കൂടി ത്രില്ലിംഗ് ആയിട്ട്, അല്ലെങ്കിൽ കൊള്ളാം എന്ന് തോന്നുന്ന രീതിയിൽ അതിനെ എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മൊത്തം സിനിമ എടുത്ത് നോക്കുമ്പോൾ ആ ക്ലൈമാക്സ് മാത്രം മതി എന്നുള്ളൊരു തോന്നൽ തോന്നി. അതുകൊണ്ടാണ് ഞാനൊരു ആവറേജ് എങ്കിലും പറഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ അതിനും താഴെ ഞാൻ പറയത്തുള്ളൂ. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കാണാം. ഇത് എൻ്റെ അഭിപ്രായമാണ്. ആൻ്റണി പെപ്പയുടെ സിനിമകൾ ഇഷ്ടമുണ്ടെങ്കിൽ തിയേറ്ററിലേക്ക് പോയി കാണാവുന്നതാണ്. എന്നെ ഒരുപാട് നിരാശപ്പെടുത്തിയ, അല്ലെങ്കിൽ ഞാൻ കുറച്ചും കൂടി ഒന്ന് പ്രതീക്ഷിച്ചിരുന്നു ഈ സിനിമയിൽ നിന്ന്. എന്തായാലും ക്ലൈമാക്സിന് വേണ്ടി മാത്രം പൈസ മുടക്കണോ വേണ്ടോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ച് നോക്കുക. താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടു നോക്കുക. കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എനിക്ക് കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ല. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ പീസ് ഔട്ട്.